നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. MBBS പഠിച്ച് ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ഒത്തിരിയധികം ആളുകളുടെ വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെയൊക്കെ ഡോക്ടറാക്കുക എന്നുള്ള വലിയ സ്വപ്നങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും സങ്കടകരമായ കാര്യം, നമ്മുടെ രാജ്യത്ത് MBBS പഠിക്കുവാനുള്ള സീറ്റുകൾ താരതമ്യേന വളരെ കുറവാണ്. പിന്നെ എന്തായിരിക്കും ഓപ്ഷൻ ഉള്ളത്? വിദേശത്ത് MBBS പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കൺഫ്യൂഷൻസ് നമ്മുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ വിദേശത്ത് MBBS പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഒരു എക്സ്പേർട്ടിൽ നിന്ന് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഏതൊക്കെ രാജ്യങ്ങളിലാണ് അഫോർഡബിൾ ആയിട്ട് MBBS പഠിക്കുവാനായിട്ട് കഴിയുക, MBBS പഠനത്തിന് ശേഷം തിരികെ നാട്ടിൽ വന്നാലുള്ള ഓപ്ഷൻസ് എന്താണ്, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് US, UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലെ അവസരങ്ങളിലേക്കൊക്കെ എങ്ങനെ എത്താൻ കഴിയും, ഇതിൻ്റെയൊക്കെ എത്ര ഫീസാവും, എത്ര ചിലവാകും, എന്തായിരിക്കും എലിജിബിലിറ്റി, ഇങ്ങനെ ഈ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ വിദേശത്ത് MBBS പഠിക്കുവാനുള്ള അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് JB EduFly തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയാണ്. അതിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള മിസ്റ്റർ ജോസഫ് തരൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ, വെൽക്കം ടു. യെസ് സാർ, എനിക്ക് ആദ്യം അറിയേണ്ടത്, എന്തുകൊണ്ട് വിദേശത്ത് MBBS പഠിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നു? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? റീസൺ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സപ്ലൈ കൂടുതലാണ്, ഡിമാൻഡ് ഇല്ല. അതുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പഠിക്കാൻ ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സീറ്റുകളില്ല. അതെ അതെ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 17 ലക്ഷത്തോളം ആൾക്കാർ നീറ്റിന്റെ എക്സാം എഴുതുന്നുണ്ട്. പക്ഷെ 1 ലക്ഷത്തിൽ താഴെ മാത്രം സീറ്റുകളുള്ളൂ. അപ്പോൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും പക്ഷെ പഠിക്കാൻ അവസരം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് ഇന്ത്യക്ക് പുറത്ത് പഠിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പലരും ചൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പറയുന്ന കുട്ടികൾ ഇത്രമാത്രം കുട്ടികൾ പുറത്തേക്കായിട്ട് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഫോർഡബിലിറ്റി എന്ന് സാറ് പറഞ്ഞു. ഇപ്പം പല രാജ്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഫീസാണ് US, UK. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള രാജ്യങ്ങൾ MBBS പഠിക്കാൻ ഏതൊക്കെയായിരിക്കും? അവിടെ ഏകദേശം എന്ത് ഫീസൊക്കെ വരും? ഓക്കെ, അഫോർഡബിൾ ആയിട്ട് സാറ് ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ആക്ച്വലി ഇപ്പോൾ നമ്മൾ UK, US ഇവിടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 2.5-3 കോടിയുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. അത്രയും ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാർ മാത്രമേ ഇങ്ങനത്തെ കോഴ്സ് നോക്കേണ്ട കാര്യങ്ങളുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 35-40 ലാക്സിന്റെ അടുത്താണ് മൊത്തം എക്സ്പെൻസുകൾ വരുന്നത്. ഇത് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കും ഈ ഒരു ലെസ് ദാൻ 50 ലാഖിൽ പഠിക്കാൻ പറ്റും? അതെ അതെ, ഇതിൽ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ബോസ്നിയ, ലാറ്റ്വിയ, പോളണ്ട് പോലത്തെ രാജ്യങ്ങളിൽ നമുക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചറിൽ പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് CIS കൺട്രീസ് ആണ്. നമ്മുടെ പഴയ റഷ്യയിൽ നിന്ന് സ്പ്ലിറ്റ് ആയി പോന്നിട്ടുള്ള കുറച്ച് രാജ്യങ്ങളാണ്. ലൈക്ക് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, മുമ്പ് കേട്ടിരുന്ന ഉക്രൈൻ പോലെയുള്ള. അതെ അതെ അതെ, ഉക്രൈൻ പോലത്തെ രാജ്യങ്ങളാണ്. ഉക്രൈനിൽ നിന്ന് പോലും പല കുട്ടികളും ഈ പറഞ്ഞ പോലെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഫർദർ സ്റ്റഡീസ് ഓപ്ഷൻ കൊടുത്തുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന ജോർജിയ ആണെങ്കിലും ഉസ്ബെക്കിസ്ഥാൻ ആണെങ്കിലും. അപ്പോൾ നമ്മുടെ വളരെ വലിയൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ MBBS പഠിക്കാനായിട്ട് തന്നെയുണ്ട്. അവരുടെ മെഡിക്കൽ സിസ്റ്റവും അത്യാവശ്യം നല്ലതാണ്. അവിടുത്തെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളും അവിടെ ഉപയോഗിക്കുന്ന അവരുടെ ഫെസിലിറ്റീസും എല്ലാം വളരെ ഹൈ എൻഡിലുള്ളതാണ്. പല യൂണിവേഴ്സിറ്റികളും വേൾഡിലെ തന്നെ പല ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. അപ്പം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം വൈസ് വളരെ നല്ലതാണ്. ഈ രാജ്യങ്ങളല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് സാർ, ഈ പറഞ്ഞ റഷ്യയിൽ പോയ രാജ്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ ഏഷ്യൻ ജയന്റ്സ് ആയിട്ടുള്ള ചൈനയാണ്. പിന്നെ ഫിലിപ്പൈൻസ് ഉണ്ട്. ചൈനയിൽ ധാരാളം ഇന്ത്യൻ കൊറോണ ഇഷ്യൂ, ഇന്ത്യ ചൈന ചെറിയ ഇഷ്യൂ വന്ന സമയത്ത് ഒരു ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ചെറിയൊരു കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ചൈനയിലത്തെ കുറെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്ത്യൻ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കൗൺസിലിലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൈനയിൽ കുറേശ്ശെ കുട്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. ആക്ച്വലി ഇപ്പം മുമ്പ് ഒരു കംപ്ലീറ്റ് സ്റ്റാൻഡിലായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, അഫോർഡബിൾ ആണ് ആക്ച്വലി ചൈനയിലത്തെ എഡ്യൂക്കേഷനും വേണമെന്നുണ്ടെങ്കിൽ. ഇതല്ലാതെ പിന്നെ വരുന്നത് അറബ്
കൺട്രീസ് ആയിട്ടുള്ള അറബ് കൺട്രീസിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ള പോലെ ഈജിപ്തിലെ കെയറോ യൂണിവേഴ്സിറ്റി നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈജിപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ സൗദി അറേബ്യ അതുപോലെ തന്നെ അബുദാബി ഈ 2 സ്ഥലങ്ങളിലേക്കുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും ബിഫോർ പാസിംഗ് ദ ഗവൺമെന്റ് എൻട്രൻസ് എക്സാം. പക്ഷെ അവർക്ക് എക്സാം പാസ് ആവണം, പക്ഷെ ദേ ക്യാൻ ജോയിൻ ഫസ്റ്റ്, അവർക്ക് എടുത്താലും മതി. അപ്പൊ അതായത് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന പല പാരന്റ്സിന്റെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈജിപ്തിൽ പോയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസും കൂടി ഉണ്ട്. പിന്നെ ഇനി ചില കുട്ടികൾക്ക് US-ലേക്ക് നേരിട്ട് പോകാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ നേരത്തെ പറഞ്ഞ അഫോർഡബിലിറ്റി പ്രശ്നമുള്ള കാരണം പറ്റാത്ത കുട്ടികളെ അവർക്ക് കരീബിയൻ ഐലൻഡ്സ്, ഇപ്പൊ ഗയാന പോലെ സ്ഥലങ്ങളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ഇന്ത്യൻ യുഎസിന്റെ സിസ്റ്റത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യും. വളരെ അഫോർഡബിൾ ആണ്. പക്ഷെ ആ സിസ്റ്റത്തിൽ പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് സെറ്റിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ US-ലേക്ക് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു മെത്തേഡ് ഉപയോഗിക്കാം. പ്രൊഡോമിനന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഈ പോകുന്ന ജോർജിയ അല്ലെങ്കിൽ ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ യൂറോപ്പിലേക്കൊക്കെ ആണെങ്കിൽ ബോസ്നിയ, ഇങ്ങനത്തെ രാജ്യങ്ങളാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ ഇന്ത്യയിൽ നമുക്കൊരു MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ +2 ബയോളജി വെച്ചിട്ട് പഠിക്കണം, അതെ, നീറ്റ് ക്വാളിഫൈഡ് ആകണം, ഇങ്ങനത്തെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ ബേസിക്കലി നമുക്ക് 60% മാർക്ക് മിനിമം 60% അതെ ബയോളജി ആയിരിക്കണം. ഇതാണ് ഒരു മേജർ കൺസേൺ വരുന്നുള്ളൂ. നീറ്റ് എക്സാം എല്ലാ യൂണിവേഴ്സിറ്റിയും നിർബന്ധമായിട്ട് പറയുന്നില്ല. നീറ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നതെങ്കിൽ ഈ സ്റ്റുഡൻസ് വിദേശത്ത് MBBS പഠിച്ചതിന് ശേഷം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എക്സാം കൂടി ഉണ്ട്, നെക്സ്റ്റ് എക്സാം ഉണ്ട്. ആ എക്സാമിന് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ നിന്ന് നീറ്റ് എഴുതി പോയി കുട്ടികളായിരിക്കും. അപ്പൊ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നീറ്റ് എഴുതി പോകുന്നതാണ് നല്ലത്. നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി, അതെ, വലിയ മാർക്കൊന്നും വേണ്ട, ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ. അതെ അതെ അതെ. അപ്പം ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വിദേശത്ത് പഠിക്കുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയിൽ വന്നിട്ട് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാം അത് വരാൻ പോകുന്നു അല്ലേ, അത് ക്ലിയർ ചെയ്ത് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇന്ത്യയിലല്ല പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയായിരിക്കും ഓപ്ഷൻ? ഈ പഠിക്കുന്ന രാജ്യങ്ങളിൽ ഓപ്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ US പോലെയുള്ള രാജ്യങ്ങളിൽ, UK പോലെയുള്ള, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഇവർക്ക് പഠിക്കുന്ന രാജ്യത്ത് തന്നെ ഇവർക്ക് ഇവരുടെ PG ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 2.5-3 വർഷമാണ് PGക്ക് എടുക്കുന്നത്. അവർക്ക് അതൊരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി അവർക്ക് നോക്കാവുന്ന കാര്യമാണ്. ഇനി ഈ പറയുന്ന UK, കാനഡ, US പോലത്തെ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നേരിട്ടിട്ട് പോയിട്ട് മെഡിക്കൽ പ്രാക്ടീഷണർ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റും. ഇപ്പോൾ UK-ലേക്ക് ആണെങ്കിൽ PLAB 1, PLAB 2 ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറ്റും. PLAB 1 ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ എക്സാം എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. PLAB 2ന്റെ സമയത്ത് അവർക്ക് UK-യിൽ പോയിട്ട് അവർക്ക് എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇവർ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന ഡിഗ്രി ആണെങ്കിലും ഈ പറയുന്ന ജോർജിയയിൽ നിന്ന് എടുക്കുന്ന ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിഗ്രികളും ബേസിക്കലി UK-യിൽ സംബന്ധിച്ചത് മെഡിക്കൽ ഡിഗ്രി തന്നെയാണ്. അവരുടെ എൻട്രൻസ് എക്സാം ക്ലിയർ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ നമുക്ക് എൻട്രൻസ് എക്സാമിനായിട്ട് ഒരു വർഷം മാറ്റി വെച്ചാൽ പോലും നമുക്ക് UK-യിൽ PLAB 2 എഴുതി പാസ്സാവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പം ഈ രാജ്യങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ബേസിക്കലി ആ രാജ്യങ്ങളിൽ പ്രാക്ടീസിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബേസിക്കലി അവർ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അവർക്ക് അവിടെ പഠിക്കാനും അവിടുത്തെ പേഷ്യൻസിനെ പരിശോധിക്കാനുള്ള മുഴുവൻ അധികാരങ്ങളും ഓപ്പർച്യൂണിറ്റി കുറവായിരിക്കും. ഈ രാജ്യങ്ങളൊന്നും ഇന്ത്യ അല്ലെങ്കിൽ മറ്റേ അമേരിക്ക പോലെ അത്രയും പോപ്പുലസ് ആയിട്ടുള്ള കൺട്രീസ് അല്ലാത്ത കാരണം നമ്മുടെ പേഷ്യൻസിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മൾ അവിടെ പോയിട്ട് പ്രാക്ടീസിന് കരുതി കഴിഞ്ഞാൽ അത്രമാത്രം ഡിമാൻഡ് ആയിക്കൊള്ളുന്നില്ല. സോ ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ് ഈദർ ടു UK അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളതാണ്. അതെ 100% ഇംഗ്ലീഷ് മീഡിയം ആണ് എല്ലാ ക്ലാസ്സുകളും. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ അഫോർഡബിൾ ആണെന്ന് പറഞ്ഞു. ഒരു ഫീസ് ഒരു 40 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷത്തിൽ താഴെ നിൽക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു സ്പ്ലിറ്റ് ഫീസ് വൈസും അല്ലെങ്കിൽ ലിവിംഗ് എക്സ്പെൻസും അതൊന്ന് സൂചിപ്പിക്കാമോ? ഈ കുട്ടികൾക്ക് പൊതുവെ ചെലവ് വരുന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസിന്റെ ചെലവുകൾ വരും, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചെലവുകൾ വരും, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസുകൾ വരും, പിന്നെ അവിടെ പോയിട്ട് ഇൻഷുറൻസിനെ കുറച്ച് ചെലവുകൾ വരും, വിസ ചാർജസ് ഒക്കെ വരുന്നത്. ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കേണ്ടത് ട്യൂഷൻ ഫീസും അക്കോമഡേഷൻ ഫീസും സംസാരിക്കേണ്ടത്. ട്യൂഷൻ ഫീസ് ഓൺ ആൻഡ് അറൌണ്ട് ഒരു $4,000 ആണ് പെർ ഇയറിൽ അവർക്ക്. പെർ ഇയർ 4,000. അപ്പോൾ ഒരു 3 ലക്ഷത്തിന് അല്പം മേളിൽ. അതെ 3.2 ആ റേഞ്ചിലാണ് അവർക്ക് പെർ ഇയറിൽ ഫീസ് വരുന്നത്. അപ്പോൾ into 6 വരുമ്പം ഒരു 10-20 ലക്ഷത്തിന് താഴെയായിട്ട് നിൽക്കും. പിന്നെ അവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേണം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ $250 ആണ് പെർ മന്ത് ചെലവ് വരുന്നത്. ഒരു മാസത്തേക്ക് $3,000 എന്ന് പറയാം. ഏകദേശം ഒരു 15-16 ലക്ഷം രൂപ അടുത്തേക്ക് അതും ചെലവ് വരാം. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 35-40 ലക്ഷം രൂപ ടോട്ടൽ അവരുടെ എക്സ്പെൻസുകൾ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത്. അതെ അതെ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ഇപ്പം നമ്മൾ JB EduFly ഇങ്ങനെ ഒരു സർവീസ് നൽകുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഒരു സ്റ്റുഡന്റ് JB EduFly വഴി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി
നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടോ എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പം കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ ഏജൻസികളുണ്ട്, കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ട്രാൻസ്പെറൻസി ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മളിത് ഫീസ് പോലും എത്രയാണ് എന്ന് അറിയാൻ യാതൊരു മാർഗ്ഗം. അപ്പൊ നമ്മൾ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് എത്രയാണ് ഫീസ് ആവശ്യമുള്ളത്, ആ ഫീസ് മുഴുവൻ യൂണിവേഴ്സിറ്റിക്ക് തന്നെയാണ് അടക്കേണ്ടത്. അത് നിങ്ങൾ ഉക്രൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും, പോളണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും, ബോസ്നിയ സെലക്ട് ഏത് രാജ്യം ആയിക്കോട്ടെ, നേരിട്ട് യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു സർവീസ് ഫീസ് ഉണ്ട്, അത് 1 ലക്ഷം രൂപയുടെ സർവീസ് ഫീസ് മേടിക്കുന്നത്. ആ ഫീസ് മാത്രം നമുക്ക് ബാക്കിയെല്ലാം യൂണിവേഴ്സിറ്റിക്കാണ് നിങ്ങൾ അടയ്ക്കുന്നത്. ഇനി ഇതിൽ തന്നെ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ ബോസ്നിയ പോലത്തെ രാജ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിനു ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതി. അതെങ്ങനെയാ? യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിനു ശേഷം അപ്പം വിസ ഒക്കെ കിട്ടി ചെന്നിട്ട് മാത്രം? അതെ, എല്ലാം നമ്മളുടെ ഇവിടുന്ന് അഡ്മിഷൻ കിട്ടുന്നു, അതിന് വിസ പ്രോസസ് നടക്കുന്നു, വിസ കിട്ടുന്നു, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു, യൂണിവേഴ്സിറ്റിക്ക് എത്തുന്നു, യൂണിവേഴ്സിറ്റിക്ക് എത്തിയതിനു ശേഷം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ബോധ്യപ്പെട്ടിട്ട് ഫീസ് അടച്ചാൽ? അതെ, അതും പകുതി, ഫസ്റ്റ് സെമസ്റ്ററിന് ഫീസ് അടച്ചാൽ മതി. 4000 യൂറോസ് അല്ലെങ്കിൽ ഡോളേഴ്സ് ആണ് നിങ്ങളുടെ ഫീസ്. ഫസ്റ്റ് ഇയർ ഫീസിന്റെ പകുതി മാത്രം അടച്ചാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ എത്തി, നിങ്ങൾക്ക് രാജ്യം ഇഷ്ടപ്പെട്ടില്ല, കോളേജ് ഇഷ്ടപ്പെട്ടില്ല, യൂണിവേഴ്സിറ്റി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടക്കേണ്ട, നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാവുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രീഡം നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ പൈസ കൊടുത്തു, നിങ്ങൾ പെട്ടുപോയി പ്രശ്നങ്ങൾ ഇതിനകത്തില്ല. ഫുള്ളി ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുള്ളൂ. അവിടെ പോയിട്ടേ നിങ്ങൾ പൈസ കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഈ MBBS പഠിക്കാൻ പോകുന്ന പിള്ളേർ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും പോയി കഴിയുമ്പോൾ അവിടെ സേഫ്റ്റി ഇഷ്യൂസ് പറയാറുണ്ട്, അല്ലെ അക്കോമഡേഷൻ പ്രോപ്പർ അല്ല, അതൊക്കെ എങ്ങനെ എൻഷുർ ചെയ്യാനായിട്ട്? നമ്മൾ ഇതിനു വേണ്ടി ചെയ്തെങ്കിൽ ഫുഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോളേജുകളിലൊക്കെ ക്യാൻറ്റീൻ ചെയ്യുന്നുണ്ട്. ഈ ക്യാൻറ്റീനിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡുകൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ റിലേറ്റീവ്ലി കുറവാണ്. അക്കോമഡേഷൻ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. ദേ ആർ ഹാപ്പി. പക്ഷേ സ്റ്റിൽ പാരന്റ്സിന് അങ്ങനത്തെ ഒരു കംഫർട്ട് സോൺ വേണം. കാരണം +2 വരെ നമ്മുടെ നാട്ടിൽ വീട്ടിൽ നിന്ന് പഠിച്ച കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യക്കകത്ത് പോലും വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ആ ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടാകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാരന്റ്സിനെയും കൂടി നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ കുട്ടികളൊപ്പം കൊണ്ടുപോകാം. കുട്ടികളോട് സെറ്റിൽ ഡൗൺ ആയെന്ന് മനസ്സിലാവുകയും അവരുടെ അക്കോമഡേഷൻ ഇനീഷ്യലി പോകുമ്പോൾ കുട്ടികളോട് പോകാനുള്ള അവസരം നമ്മൾ കൊടുക്കും. കണ്ടു ബോധ്യപ്പെട്ട് അതെ 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 അവരും കൂടി കൺവിൻസ് ആയതിനു ശേഷം മാത്രം പേയ്മെന്റ് അടച്ചാലും മതി. സോ ദാറ്റ് മച്ച് സേഫ് ആണ് നമ്മൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം MBBS-ഉമായി ബന്ധപ്പെട്ട വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഈ ഇൻഫർമേഷൻ പറഞ്ഞു തന്ന സാറിന് കരിയർ പാത്വേയുടെ നന്ദി അറിയിക്കും. അപ്പോൾ വിദേശത്ത് MBBS പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഈ ജോസഫ് സാറിൻ്റെ JB EduFly എന്ന കൺസൾട്ടൻസിയുമായി കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ അവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏതായാലും ഈ വിദേശ MBBS-ഉമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് ഈ MBBS സ്വപ്നങ്ങളുമായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.